ഇന്നാണെങ്കിൽ ടെസ്റ്റ് ഗ്രൗണ്ടിലില്ലേ ഫുള്ള് വണ്ടികളാണ് കേട്ടോ. ടെസ്റ്റ് കിട്ടിയില്ല ഗൈസ്, പെട്ടുപോയി. നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയില്ല. പച്ചക്കറി തോട്ടത്തിൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ നമ്മുടെ എഴുത്തും കാര്യങ്ങളൊക്കെ ഞാൻ ഫുള്ളായിട്ട് അഴിക്കട്ടെ കേട്ടോ. ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ പോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നിൽക്കുന്നത് നമ്മൾ വണ്ടിയുടെ അടുത്ത് തന്നെയാണ്. ഇന്ന് ടെസ്റ്റ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ ടെസ്റ്റ് കൊടുക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജേഷ് വന്നിട്ടില്ല. രാജേഷിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ നേരത്തെ തന്നെ പോയിട്ട് വണ്ടിയുടെ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ ഏജൻറ്റിൻ്റെ അടുത്ത് പോയി മേടിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ വണ്ടി നേരെ കൊണ്ടുവന്ന് കാണിക്കാം. അതിന് മുന്നേ നമുക്ക് അതൊക്കെ പൊല്യൂഷൻ്റെ ടെസ്റ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ പോണ വഴിക്ക് തന്നെയാണ് പൊല്യൂഷൻ്റെ. അപ്പോൾ ഒരാഴ്ച വന്നിട്ട് വേണം അത് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല എന്ന് പറയുന്നുണ്ട്, ടെസ്റ്റ് കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളൊക്കെ ഊരി മാറ്റണം. അപ്പോൾ അതൊക്കെ ചെയ്യണം. പിന്നെ അല്ലാതെ ചില്ലറ ഒന്ന് തുടച്ചിടണം. ആകെ പൊടിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാസും സാധനങ്ങളൊക്കെ ഒരാഴ്ച വരുമ്പോഴേക്കും ഒന്ന് തുടച്ച് ഭംഗിയാക്കി ക്ലീൻ കുട്ടപ്പനാക്കിയിട്ട് വേണം ടെസ്റ്റ് കൊടുക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നു. പിന്നെ വേറെ ഒന്നുമില്ല, എല്ലാ പേപ്പറുകളും എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഈ ഒരു ലൈറ്റിനൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അടിയിലൊരു ചെറിയ ഫോഗ് ലൈറ്റ് അല്ലേ, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഇപ്പോൾ ലൈറ്റൊക്കെ സാധാ പോലെ തന്നെയുള്ളൂ, വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഊരി വയ്ക്കട്ടെ, എന്നിട്ട് വേണം പൊല്യൂഷന് കൊണ്ടുപോകാനായിട്ട്. കാർ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ കാറിൽ പോയിട്ട് അവിടെ പോയിട്ട് നമ്മുടെ പേപ്പറുകളൊക്കെ ചേർത്തിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കാണിക്കാൻ പറ്റും. അപ്പോൾ 10:30 വരെ കണ്ടുള്ളൂ. ഇപ്പോൾ സമയം 10 മണി ആവാറായി. അപ്പോൾ ഈ കാര്യങ്ങൾ വേഗം അഴിച്ചു വെച്ചിട്ട് വേണം എനിക്ക് നേരെ അവിടേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജേഷ് വരാത്തതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ പൊല്യൂഷൻ എടുക്കാൻ പോകാനായിട്ട്. അപ്പോൾ ഞാൻ തന്നെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത് പകുതി അയച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചു വീഡിയോ പിടിക്കാം, എന്നിട്ട് എന്താ പറയുക ഈ ടെസ്റ്റിന് പോകുന്ന കാര്യങ്ങളൊക്കെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ പിടിച്ച് തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഞാൻ അത് അയക്കട്ടെ കേട്ടോ. വയറുകളൊക്കെ നോക്കി ഊരിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഏരിയന ഊരി എടുത്തതെന്നുള്ളത് മറന്നു പോട്ടും. അപ്പോൾ നീലയ്ക്ക് നീല, മഞ്ഞയ്ക്ക് ചുവപ്പ്. അതുപോലെ അപ്പുറത്താണെങ്കിൽ ഒക്കെ മഞ്ഞയും നീലുള്ളവർക്ക് എല്ലാം കറുപ്പായിരുന്നു. ഞാനത് ഉള്ളിലേക്ക് ഇട്ടു ഇത് ചെയ്തിട്ട് ഊരിയിട്ട്. അപ്പോൾ ഇത് സംഭവം നോക്കി തന്നെ ഫിറ്റ് ചെയ്തില്ലെങ്കിൽ പണിയാവും. 2 ഊരി എന്തായാലും. റൈറ്റ് സൈഡിൽ നിന്ന് ഊരിയതിൻ്റെ ഉള്ളിൽ നമ്മൾ നെറ്റ് ഇട്ടുണ്ട്, മറ്റത് നെറ്റ് ഇടാത്തത് അത് ഇപ്പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് ഇൻസുലേഷൻ അടിച്ച് ക്ലിയർ ചെയ്യട്ടെ കേട്ടോ. നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഊരിട്ടോ എല്ലാം ക്ലിയർ ആക്കി. ഇനി അതൊന്നും വേണ്ട. പിന്നെ നമുക്ക് എന്താ പറയുക, ഇനി അടുത്ത് ചെയ്യാനുള്ള രാജേഷ് വരാത്തതുകൊണ്ട് തന്നെ നമ്മളുടെ ബോഡിയുടെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമ്മുടെ അഡ്രസ്സും അതുപോലെ തന്നെ ഇതും എഴുതണം. അപ്പോൾ എൻ്റെ കയ്യിൽ മാർക്കർ പേനയുണ്ട്. അപ്പോൾ പെർമനൻറ്റ് മാർക്കർ പേനയും അത് ഇവിടെ വണ്ടിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നല്ലോ, നോക്കട്ടെ. മാർക്കറും ഉണ്ട്, അതുപോലെ തന്നെ ഇതും ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഈ വക പരിപാടിയൊക്കെ ചെയ്യാമെന്ന് എഴുതാം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഇത് ഇക്കേടെ അവിടെ നിന്ന് എഴുതാൻ നമ്മൾ മറന്നു പോയതാണ്. അപ്പോൾ കയ്യോടെ ഇവിടെ ഒന്ന് നമുക്ക് അതും കൂടി എഴുതി വെക്കട്ടെ, അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ എഴുത്തും കാര്യങ്ങളൊക്കെ ഞാൻ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് എഴുതി. ഇനി വണ്ടിയുടെ ഫ്രണ്ട് ഒരു കുപ്പി വെള്ളം ഉണ്ട് എൻ്റെ കയ്യിൽ. ഒരു കുപ്പി വെള്ളം വെച്ചിട്ട് ഫുള്ളി വണ്ടി എങ്ങനെ കഴുകാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പരിപാടി കേട്ടോ. അപ്പോൾ ഒരാഴ്ച വരെക്കാലം മുന്നേ ഫ്രണ്ട് കിടി ഞാനൊന്ന് കഴുകി കൊടുക്കട്ടെ. ഒരു കുപ്പി വെള്ളം കൊണ്ട് എങ്ങനെ കഴുകാൻ പറ്റുമെന്ന് എനിക്കും അറിയില്ല. നോക്കി നോക്കട്ടെ ഗായ്സ്. നമ്മൾ നോക്കിയേ വണ്ടിയൊക്കെ കഴുകി കുട്ടപ്പനാക്കിയിട്ടോ. ഒരു കുപ്പി വെള്ളം വേണ്ടി വന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 5 മൂടി വെള്ളമൊക്കെ വന്നുള്ളൂ ആ കുപ്പിയുടെ അടപ്പിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലിയർ ആക്കി എടുത്തു. പൊടി തട്ടിയിട്ടാ ഗൈസ്. പൊടി തട്ടി ഒന്ന് വെള്ളം മുക്കി ഒന്ന് തുടച്ചെടുത്തു ചെറുതായിട്ട്. രാജേഷ് വന്നിട്ടില്ല. സംഭവം അവിടം വരെ എത്തിയിട്ട് വേണം. അതിൻ്റെ ഇടയ്ക്ക് പുക ടെസ്റ്റ് എടുക്കാൻ രാജേഷിന് നിർത്താൻ വേണം, എനിക്ക് പോയിട്ട് അത് ചേർത്താൻ വേണം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എയറൊക്കെ കയറ്റി AC ഒക്കെ ഇട്ട് നിർത്തിയിട്ട് രാജേഷ് വന്നു കഴിഞ്ഞാൽ എടുത്ത് പോയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അവൻ എത്താറായിന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പോട്ടെ കേട്ടോ. നമ്മുടെ ഡ്രൈവർ വരാൻ നേരം വൈകി ഗൈസ്. അതുകൊണ്ട് തന്നെ പ്രശ്നമായി. നേരെ പൊല്യൂഷൻ എടുക്കുന്ന സ്ഥലത്ത് കേട്ടോ. തൊട്ടപ്പുറത്ത് ഓക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ കാറ് കിടക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ നേരെ പോയി ഫ്രണ്ടിൽ ആദ്യം ചേർക്കുന്നത് കൊണ്ട് ഒന്ന് ചേർക്കാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ. ഒരാഴ്ച വണ്ടി എടുത്ത് വരുന്നുണ്ട് എന്തായാലും. ഇവിടെ സ്ഥലമുള്ള കാര്യം വലിയ കുഴപ്പമില്ല. ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് അവന് തടസ്സം വരാൻ പാടില്ല. ഒറ്റയടിക്കുന്നത് കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. വണ്ടി ഇല്ലാത്തപ്പോൾ നീ എപ്പോൾ എടുത്താൽ മതിയായിരുന്നു. നോക്കട്ടെ കേട്ടോ. ഇത് റേറ്റ് പറഞ്ഞു കൊടുത്തില്ലെങ്കിലേ ഈ പറഞ്ഞ പോലെ തന്നെ ഒറ്റയടിക്കും കൂടെ പോവുക, റേറ്റ് പറയുക. ഈ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് നടു റോട്ടിലായ കാരണം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ? കിട്ടിയില്ല. പച്ചക്കറി തോട്ടത്തിൻ്റെ അവിടേക്ക് പോയി. ഇനിയിപ്പോൾ ലക്ഷം ബാക്ക് എടുക്കേണ്ടി വരും. ഞാൻ നോക്കി പറഞ്ഞു കൊടുക്കട്ടെ. സെറ്റായിട്ടോ. ഓക്കെ. ഇനിയിപ്പോൾ പൊല്യൂഷൻ്റെ അവിടെ നിർത്തി കിട്ടിയാൽ മതി.
പോക്കറ്റ് ടെസ്റ്റിന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അത് ഇവിടെ തന്നെ പോക്കറ്റ് ടെസ്റ്റിൻ്റെ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഇവൻ അങ്ങോട്ട് വരാൻ. അപ്പോൾ ഇവൻ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് പറ്റാൻ കുറച്ച് സമയം എടുക്കും. ഞാൻ പോയി ചേർത്താനായിട്ട് പോവാണ് കേട്ടോ. രാജേഷ്, ഞാനൊരു കാര്യം ചെയ്യാം, പോയിട്ട് ചേർത്തിട്ട് വരാം. അവിടെ നീ അങ്ങോട്ട് വന്നാൽ മതി, കുഴപ്പമില്ലല്ലോ. വന്നോളേ രാജേഷ്, നീ വന്നോളേ. നോക്കട്ടെ. തൃശ്ശൂരത്തെ ആർ ടി ഓഫീസിൽ ഇപ്പോൾ ഈ വെയിലൊക്കെ നേരത്തെ എന്താ പറയുക, വെയിലൊക്കെ നന്നായിട്ട് ആയ കാരണം തന്നെ ഇപ്പോൾ അവർ 10-11 മണി വരെ കണ്ട് ബുക്കിൽ ചേർത്തുക, അത് കഴിഞ്ഞ് വണ്ടികൾ നോക്കുക, അങ്ങനെയാണ് പരിപാടി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെന്ന് ബുക്ക് അവിടെ ചെന്ന് എല്ലാ രേഖകളും കറക്റ്റാണെന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വണ്ടി കാണിക്കേണ്ടത്. അപ്പോൾ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയും. ഇപ്പം നിലവിൽ നമ്മുടെ ടിപ്പറിനുള്ള സെയിം എല്ലാ സംഭവങ്ങളും ടിപ്പറിന് വേണ്ടത് അതേപോലെ തന്നെയാണ് ഇതിനും വേണ്ടു. വേറെ പ്രത്യേകിച്ച് പേപ്പറുകളൊന്നും കൂടുതലൊന്നും ഇല്ല. അപ്പോൾ ആ എല്ലാ പേപ്പറും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഏജൻറ്റിനെ കാണിച്ചായിരുന്നു. അപ്പോൾ ആൾ അതൊക്കെ പെർഫെക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് കാണിച്ചു നോക്കാം, കാണിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്താ പറയണേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നേരെ അങ്ങടേക്ക് പോട്ടെ, കാരണം അവിടെ നേരം വൈകി കഴിഞ്ഞാൽ പെട്ടുപോയി. അവരെന്തൊക്കെ ചെയ്യണമെന്ന് അത് അതേപോലെ നമുക്ക് എഴുതിയാൽ ചേർത്ത് പേപ്പറിൽ. രൂപ പണം കൊടുത്തില്ലേ? മൂഞ്ചിയില്ലേ? സന്തോഷമായില്ലേ? ടെസ്റ്റ് കിട്ടിയില്ല ഗൈസ്, പെട്ടുപോയി. ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായി. കാരണം വെച്ച് കഴിഞ്ഞാൽ വന്നപ്പോൾ നേരം വൈകിയതുകൊണ്ട് ഞങ്ങൾ 2 മണി വരെ നിന്നു. 1:37 സമയം വന്നപ്പോൾ എന്താ പറയുക 10:35. അപ്പോൾ അതുകൊണ്ട് ഞാൻ 10:35 10:30 ഇവർ ഇവിടെ മറ്റേ ഇതിട്ട് കൊടുത്തായിരുന്നു. മറ്റേ ഇതിന്മേ ഒരു സിഗ്നേച്ചർ ഇട്ട് കൊടുക്കും. അതിന് ശേഷം വരുന്ന ആൾക്കാരുടെ വണ്ടി നോക്കില്ല, അങ്ങനെയാണ്. അപ്പോൾ നമ്മളുടെ വണ്ടി നോക്കിയില്ല. കുറേയും ചോദിച്ചു. 10:30 കഴിഞ്ഞ് 5 മിനിറ്റ് ആയുള്ളൂ സാർ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ 10:30 മുന്നേ വരുന്ന വണ്ടിക്ക് മാത്രമാണ് ഇതിട്ട് കൊടുക്കുള്ളൂ, അല്ലാത്തവർക്ക് വണ്ടി നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു 10:35 വന്നേ സാറിന്. അപ്പം തന്നെ കാണുകയും ചെയ്തു. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ എന്തായാലും വണ്ടി കൊണ്ടുവന്ന് ഇനി വീണ്ടും അവിടെ തന്നെ ഒതുക്കിയിട്ട് നാളെ രാവിലെ വീണ്ടും വരണം. അതാണ് ടെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ രക്ഷയൊന്നുമില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? എടുക്കണം. വണ്ടിയൊക്കെ പോയി, എല്ലാം പോയി കഴിഞ്ഞിട്ടും ചോദിച്ചു. തിരക്കൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ സാറുമാർ ഇരിക്കുന്ന സമയത്ത് വരെ ചോദിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്. ടെസ്റ്റ് നടന്നില്ലെങ്കിലും ആകെ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി കഴിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും വന്നിട്ട് ഓരോ ബിരിയാണി കൊണ്ട് കഴിച്ച് ചെയ്യണം. 2 മണി വരെ നിന്നതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം എന്താ പറയുക, വേറെ പണിക്ക് ഇനിയായിരുന്നു. വണ്ടി ഒതുക്കി ഒരു സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒതുക്കിയിട്ട് പോകാൻ പറ്റുന്ന അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കട്ടെ പറ്റിയ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കി ഒതുക്കി നിർത്തണം. അല്ലെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ വീട്ടിലവിടെ കൊണ്ടിട്ട് രാവിലെ വീണ്ടും ഇതുകൊണ്ട് പോകാൻ നിൽക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കിയിട്ടില്ല. എവിടെ ഒതുക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പിൽ അങ്ങനെ ഒതുക്കിയിടാൻ പറ്റുകയാണെങ്കിൽ ആകേഷം കൊണ്ടുവന്ന് വണ്ടി കല്ലുകയറ്റം കൊണ്ടിട്ടുണ്ട്. അവിടെ മറക്കാം, അവിടേക്ക് കൊണ്ടുവരണം. ഞങ്ങൾ ഫുഡ് കഴിഞ്ഞ് ഇറങ്ങി. വണ്ടി ചെയ്ത് ഇവിടെയാണ് കയറ്റി നിർത്തിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് ലേശകടിയും പറ്റിയ സ്ഥലം ഉണ്ടോ എന്നുള്ളത് മുന്നിലേക്ക് പോയിട്ട് നോക്കാം. ഇല്ലെങ്കിൽ തിരിച്ചിട്ട് ഇവിടെ കൊണ്ട് നിർത്താമെന്ന് വെച്ചിട്ട്. ഇല്ലെങ്കിൽ നാളെ രാവിലെ രാജേഷ് വരൽ നേരം വൈകും. അപ്പോഴും ഇന്നത്തെ പോലെയാവും. അപ്പോൾ ഞാനെടുത്ത് കൊണ്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ വണ്ടി തിരിച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഈ റോട്ടിൽ ഇവിടെ ഇട്ട് വട്ടം തിരിക്കാൻ നിൽക്കാറില്ല. അപ്പോൾ നേരെ ഇവിടെ പറിക്കാൻ സ്ഥലം കിട്ടാൻ നോക്കട്ടെ കേട്ടോ. നമ്മളെ തിരിച്ച് ഇവിടെ തന്നെ വണ്ടി കൊണ്ടുവിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തിരിച്ചിട്ട് കൊണ്ടുവിടാം. അപ്പം നമ്മുടെ കാർ ഇവിടെ ഇടാം. കാർ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ വേറെ വല്ല വണ്ടി ഇവിടെ കൊണ്ടുവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പ്രശ്നമാവും. അപ്പോൾ അങ്ങനെ ഒരു കേസുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് രാജേഷ് അവിടെ നിന്ന് എടുത്ത് കഴിയുമ്പോൾ അവിടേക്ക് ഇറട്ടെ കേട്ടോ. ബാക്ക് വരുമോ? ഫ്രണ്ട് തന്നെ ഒടിഞ്ഞ് പോകുന്ന തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഞാൻ അവിടെ കിട്ടും. ഇന്നത്തെ നമ്മുടെ പരിപാടി വളരെ മോശമായി പോയി. ഒരു 5 മിനിറ്റ് സമയം നമ്മൾ മുന്നേ ചെന്നായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ടെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന കേസ് ശരിക്കും ഒരു 5 മിനിറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ടെസ്റ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓർഡർ ഉള്ളതാണ് ഇത്ര സമയം വരെ ടെസ്റ്റ് വണ്ടികൾ നോക്കിയാൽ മതി. കാരണം ഉച്ച സമയത്തൊക്കെ അവർക്കും വയ്യാണ്ടാവും. അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമുക്ക് അതിലൊന്നും യാതൊരു വിഷമവുമില്ല. അല്ലാണ്ട് ഇപ്പോൾ വെറുതെ തക്കട തരികട ന്യായം പറഞ്ഞിട്ട് വെറുതെ വിട്ടിട്ടുള്ളതൊന്നുമല്ല. ഇങ്ങനത്തെ കേസ് ആകുമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കറക്റ്റായിട്ട് വെയിലിൻ്റെ പ്രശ്നം അവർക്ക് നോക്കാൻ പറ്റാതെ നിൽക്കാതും പറ്റാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല സാറേ, നാളെ കൊണ്ടുവരാം. നമുക്കിപ്പോൾ നാളെ ഒരു ദിവസത്തെ ഓട്ടത്തിൽ ഇത്ര ദിവസം ഓട്ടം പോയി പിന്നെ ഒരു ദിവസം വരെയും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇത്രയ്ക്കല്ലേ ഉള്ളൂ.
നാളെ കൊണ്ടുവരാൻ സാർ 2-3 സാറുമാരുടെ അടുത്ത് മാറി ചോദിച്ചിട്ട് ഇപ്പോൾ ആർക്കെങ്കിലും മനസ്സലിവ് തോന്നിയാലോ പല ആൾക്കാരും മനസ്സ് പല രീതിയിലുള്ള പല വിഷമസന്ധികളും പ്രതിസന്ധികളും നേരിട്ടുണ്ടാവും പല ആൾക്കാരും അവരുടെ എന്താ പറയുക ആ സമയത്തെ ഫീലിങ്സ് എന്താണോ അതനുസരിച്ച് നമ്മളോട് പെരുമാറുക അപ്പോൾ ഏതെങ്കിലും ഒരാളുടെ പെരുമാറ്റം ചിലപ്പോൾ നന്നായി നമുക്ക് ചിലപ്പോൾ നമ്മളോട് എന്താ പറയുക ഇഷ്ടം തോന്നിയാലോ എന്ന് വെച്ചിട്ട് എല്ലാവരുടെ അടുത്തും ചോദിച്ചു പക്ഷെ ആരും സമ്മതിച്ചില്ല. അപ്പോൾ എന്തായാലും നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നു ഭക്ഷണം കഴിച്ചു വണ്ടി ദേ ഇനിയിപ്പോൾ രാജേഷ് അപ്പുറത്ത് അവിടെ ഒരു പമ്പുണ്ട് അവിടെ പോയി തിരിച്ചിട്ട് നേരെ വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിടാമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നാളെ ഇവിടുന്ന് തിരിക്കാൻ എടുത്ത് പോകുമ്പോൾ വീണ്ടും എടുത്ത് ഇവിടെ രാവിലെ ആകുമ്പോൾ ബ്ലോക്ക് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണേ അപ്പോൾ തിരിച്ച് ഇവിടെ കൊണ്ടിടാനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ വണ്ടി നിർത്തിയേക്കണമെന്ന് വെച്ചാൽ ഇവിടെ വേറെ ഒരു വണ്ടി നിർത്താൻ പാടില്ല. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ രാജേഷിന് നേരെ മടയിൽ കൊണ്ടുവിടണം. അതാണ് ഫസ്റ്റ് പരിപാടി. മടയിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞാൽ അവിടെ കല്ലെടുക്കാനായിട്ട് വേറെ ഡ്രൈവർമാരെ ഏൽപ്പിച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. അവിടെ അവൻ്റെ വണ്ടിക്ക് കല്ല് കിട്ടുന്ന സമയമായി. ഇവൻ ഇങ്ങോട്ട് പോകുന്ന കാര്യം അവിടെ കല്ല് വിളിച്ചപ്പോൾ വേറെ ഇവൻ്റെ കൂട്ടുകാരോട് ആരോടെ കയറ്റി നിർത്താനായിട്ട് പറഞ്ഞു. വണ്ടി ഇനി കയറ്റി നിർത്തിയ വണ്ടി രാജേഷിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവിട്ടാൽ അവൻ അതെടുത്ത് ഇനി കല്ല് വെക്കാനായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ 2 കേസുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ വരാം എന്തായാലും പ്രശ്നമുള്ള കേസല്ല. ഇനിയിപ്പോൾ എൻ്റെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് പണിയുന്നിടത്തെ തേപ്പ് ഇന്നത്തെയും കൂടി ഉള്ളൂ. ഇന്നത്തോടെ ഫുൾ ഫിനിഷ് ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല. അപ്പോൾ ഒന്ന് പോയി നോക്കണം. കഴിയുകയാണെങ്കിൽ ഇന്നത്തോണ്ട് തീരുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല, അടിപൊളി. പിന്നെ നാളെ ആണെങ്കിൽ ഇപ്പോൾ ടെസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള അല്ലറ ചില്ലറ പരിപാടികളും നാളെ വണ്ടിക്ക് ചെയ്യാനുള്ള വലുതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റന്നാൾ മുതൽ നമ്മുടെ ഡ്രൈവർ വരും. അപ്പോൾ നമുക്ക് ഓടി തുടങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഇപ്പോൾ ഏജൻറ്റിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നാളെ പറഞ്ഞ പ്രശ്നമില്ല, ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ പറ്റും. പേര് ഇത് മാറ്റാൻ വേണ്ടിയുള്ള അപേക്ഷ കൊടുത്ത് അതിന് എന്തൊരു പേപ്പറൊക്കെ കിട്ടും. ആ പേപ്പർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സുഖമായി. അപ്പോൾ എന്തായാലും ആഴ്ച തിരിക്കാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് പ്രേമയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പ്രേമ ഇവിടുന്ന് ഈ വഴിക്കൊക്കെ ഇഷ്ടം പോലെ വടക്കാഞ്ചേരിക്ക് കല്ലെടുക്കാൻ, വടക്കാഞ്ചേരി വഴിക്ക് ഷൊർണൂർ വഴിക്ക് കല്ലെടുക്കാനായിട്ട് നമ്മുടെ എറണാകുളം സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളുണ്ടല്ലോ, അതൊക്കെ ഈ വഴിക്കാണ് പോകുന്നത്. ഇവിടുന്ന് കല്ലെടുക്കാനുള്ളതാണെന്ന് എനിക്ക് അറിയില്ല. ഇനി മലപ്പുറം സൈഡിലേക്ക് ഈ വഴിക്ക് ആണോ കിടന്ന് പോകണമെന്നുള്ളതും അറിയില്ല. ചിലപ്പോൾ ഈ വഴിക്ക് പോകുന്ന വണ്ടികളുണ്ടാവും. അവിടെയൊക്കെ ഇഷ്ടംപോലെ കോറികളൊക്കെ ഉണ്ടല്ലോ. നമ്മളൊക്കെ എടുക്കുന്നത് ഇവിടെ അടുത്തത് കല്ലമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഒരു 10 കിലോമീറ്റർ. തൃശ്ശൂരിൽ നിന്ന് 15-20 കിലോമീറ്ററിന് താഴെയാണ് ആ മടയിലേക്കുള്ളൂ. ആദ്യം ഇവിടെ താണിക്കുളത്ത് 50 ഏക്കർ എന്ന് പറഞ്ഞ മടയിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നത്. അവിടെ ഇപ്പോൾ പാസ്സില്ലാത്ത കാരണം ഇപ്പോൾ അവിടെയും പണിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അകലേക്ക് പോകേണ്ട ഗതികളായി. നമ്മുടെ അവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, എവിടെയെങ്കിലും കല്ല് ഓടണമെങ്കിൽ ഓരോ കിട്ടുന്നത് കയറ്റി വയ്ക്കുകയാണ് പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് രാജേഷിനെ കൊണ്ടുവിട്ടിട്ട് വരാൻ എന്നിട്ട് നേരെ പഠിച്ചിലേക്ക് പോകാം. ഓക്കെ, ഞാൻ തിരിക്കാൻ പോയ രാജേഷിനെ കാണാണ്ട് വന്നപ്പോഴേ എന്ത് പറ്റിയെന്ന് വിചാരിച്ചു. ഒതുക്കി ഇനി പോസ്റ്റുകളെ 2 പോസ്റ്റിന് പൈസ കൊടുക്കേണ്ടി വരേ. കുഴപ്പമില്ല, വണ്ടി ഒന്ന് പൂട്ടിയിട്ടിട്ട് പറ്റേട്ടാ. ഓട്ടോ ഉണ്ടല്ലേ, ഉള്ളിലേക്ക് വെച്ച് നോക്കി, രക്ഷയില്ല. ഇത് നന്നായിട്ട് തട്ടണ്ട കേട്ടോ. നമ്മളുടെ ഇതുണ്ട്, ഇതിന്മേ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് പോവാണ് ഈ ഒരു സംഭവം. ഇത് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നന്നായിട്ട് കട്ട് ചെയ്യണം. ഇതിപ്പോൾ ബീഡിങ് ഊരി പോകുന്നത് തന്നെയല്ല പ്രശ്നം. ഇതിൻ്റെ ഈ വണ്ടി ഓടി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞില്ലേ പല കാര്യങ്ങളും അറിയുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനകത്തേക്ക് മുട്ടുണ്ട്, ഇവിടെ മുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് മുട്ടുണ്ട് സംഭവങ്ങൾ. ആ മുട്ടണതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യണം. അത് കുഴപ്പമില്ല, ഇപ്പോൾ തൽക്കാലത്തേക്ക് നിൽക്കട്ടെ, എല്ലാം ശരിയാക്കാം. അതെ, ഇത് കണ്ടില്ലേ, ഇവിടെ ഈ ബീഡിങ് ഇട്ടിട്ടും നിൽക്കണില്ല, ഊരി പോവാ. ആഴ്ച പൂട്ടിയാണോ? പൂട്ടിയിട്ടുണ്ട്. ആ സൈഡ് പൂട്ടിയാ? പൂട്ടിയിട്ട് തന്നെയാണ്. നമ്മുടെ ലൈറ്റ് ഇവിടുന്ന് ഊരി എടുത്തോട്ടെ ഞാൻ, കണ്ടോ 2 ലൈറ്റും ഊരി വെച്ചേക്കാം. ഈ സൈഡ് ഈ സൈഡ് പൂട്ടിയിട്ടുണ്ട്. അന്ന് പോവാ. അപ്പേ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ചൂട് അങ്ങനെ നല്ല സുഖമല്ലേ? എസിയുടെ വണ്ടി ഓടിക്കാൻ അറിയണം, അതറിയില്ലേ? അല്ലെങ്കിൽ ചെറിയ വയർപ്പൊക്കെ വരും. ആദ്യമായിട്ട് ഓടിക്കണതല്ലേ, ഓടിച്ച് പഠിച്ചു കഴിയുമ്പോൾ നിനക്ക് വലിയ വയർപ്പൊന്നും ഉണ്ടാവില്ല. എന്തായാലും പോവാൻ, നിന്നെ മടയിൽ കൊണ്ടുവിടാം. ഇനി എ സിയുള്ള വണ്ടിയിലേക്കല്ലേ നീ പോണത്? അതൊന്നും കുഴപ്പമില്ല. ഹൈ റേഞ്ച് എ സി ഉള്ള വണ്ടിയിലേക്ക് പോണത് അതന്നെ മസ്തല്ലടാ, നീ ആദ്യം ഓടിച്ചു തുടങ്ങിയത്. പിന്നെന്താ കുഴപ്പം? അതിൽ എ സി ഉണ്ടായിരുന്നില്ലേ? 2 ഗ്ലാസ് തുറന്നിട്ട പുറത്തുനിന്ന് വരുന്ന എ സി. 2 ഗ്ലാസും മുകളിലത്തെ ഇതും തുറന്നു വെച്ചാ അടിപൊളിയായിരുന്നു. നമ്മുടെ മുകളിലെ സാധനം തുറന്നു ശരിക്കും എ സി തന്നെയല്ലേ? നല്ല എ സി, നല്ല എ സിയാ, നല്ല കൂളിങ് എ സി ആയിരുന്നു എനിക്ക്. അതന്നെയല്ലേ നമ്മളുടെ ഇപ്പുള്ള നീ പറഞ്ഞില്ലേ കൂളാവണില്ല എന്ന് പറഞ്ഞില്ലേ, ഇത് കൂളാവാത്തതല്ല. കാരണം വെച്ചാൽ നമ്മൾ കയറി ഇരുന്ന അപ്പൊ തന്നെ ഈ കാർ പോലെ ചെറിയ ക്യാബിനല്ലോ, ഒത്തിരി വലുതല്ലേ. അപ്പൊ ആ സാധനം കൊണ്ട് ഉള്ളിലത്തെ ചൂട് മൊത്തം തണവ് അതന്നെ തണവ് കയറി വരുന്നത്. ഹൈവേയിൽ ഇടുമ്പോ ഞാൻ നോക്കാം, ഹൈവേയിൽ ഇട്ടിട്ട് നീ
ഓടിക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല. നീ നേരെ എന്താ പറയാ കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കുമ്പോ അപ്പൊ തന്നെ ഓക്കെ ആയിരിക്കും, ഫുള്ള് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലാണ്ട് കയറി അപ്പൊ തന്നെ നമ്മുടെ മേത്തേക്ക്, അത് തന്നെയല്ല നമ്മൾ ഫ്രണ്ടിൽ നിന്നാവുമ്പോ എപ്പോഴും ഇല്ലേ നമ്മളുടെ മേത്തേക്ക് ലേസി അടിക്കണത്, ഇത് മോളിന്നല്ല. അപ്പൊ ഇത് തണുത്ത് വരണം. അപ്പൊ അതാണ് നല്ലത്. കാരണം നേരിട്ട് അടിക്കുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള എഫക്ട് കിട്ടും. പക്ഷെ നമുക്ക് ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുത്തണ ഒരു ഫീൽ വരില്ലേ, അത് ഉണ്ടാവില്ല മോളിൽ നിന്നാവുമ്പോ. അത് പാർലിക്കാടിന്ന് അല്ലേ നിന്നെ കൊണ്ടാക്കണ്ടേ? അപ്പൊ ഈ വേണ്ട, ഇതെല്ലാം നേരെ കയറണ്ട. പിന്നെ എവിടെയാ നമുക്ക് അടുത്ത ഇവിടുന്ന് പുറാഞ്ചേരിന്ന് ടെസ്റ്റ് കൊടുക്കാൻ കൊണ്ടുപോയി വണ്ടിയാന്ന് തോന്നുന്നു. നമുക്ക് ശരിക്കും ഇവിടെ ഇടായിരുന്നു, നമ്മുടെ ചേട്ടന്റെ അവിടെ. മറന്നു പോയില്ലേ, നമ്മുടെ മറ്റേ BK വണ്ടി BH വണ്ടിയൊക്കെ ഇത് ചെയ്തില്ലേ, ആ ചേട്ടന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവിടെ വർക്ക്ഷോപ്പിന്റെ സൈഡിൽ ഇട്ടാൽ മതിയായിരുന്നു അല്ലേ? നമ്മള് ഇവിടെ തന്നെ സർവീസ് ചെയ്ത് കൊണ്ടേ സർവീസ് സ്റ്റേഷൻ, നമ്മളുടെ സർവീസ് സ്റ്റേഷൻ എത്തിയിട്ടാ. ഞങ്ങളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് കൊടുക്കുന്ന സ്ഥലം, സർവീസ് സ്റ്റേഷൻ, പെയിന്റ് അടിക്കുന്ന സ്ഥലം എല്ലാം അടുത്തടുത്താണ്. പുതിയത് ഞങ്ങളുടെ സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഒക്കെ അടുപ്പിച്ചാക്കി നമ്മള് അല്ലേ. ബ്ലാക്ക് വരെ കിടക്കണ്ടല്ലോ നമ്മുടെ സർവീസ് സെന്റർ. ആ ഇന്ന് എന്താ വണ്ടിയുള്ള വണ്ടികളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെയാ, അതിനും കുഴപ്പമില്ല. അവിടെ കല്ലിന് തിരക്കുണ്ടോ രാജേഷ? വണ്ടികള് ഇല്ലാണ്ട് പിന്നെ അവിടെ തിരക്ക് തന്നെയല്ലേ. 50 വണ്ടിയാണല്ലോ, അതിന് കയറ്റുള്ള ഒരു ദിവസം. ചില ദിവസം രണ്ടെണ്ണം കിട്ടും, ചില ദിവസം ഒരെണ്ണം കിട്ടും. മതി, കിട്ടണത് മതി. അപ്പൊ നേരെ മടയിലേക്ക് വിടാം ഗായ്സ്. അങ്ങനെ നമ്മള് രാജേഷിന്റെ മടയിൽ കൊണ്ട് വിട്ടു കേട്ടോ. വേഗം വെള്ളം കുടിച്ച് പോക്കോടാ. ക്ഷീണം വരുന്നെങ്കിൽ അപ്പനെ വേണമെങ്കിൽ വെള്ളത്തിന് കുപ്പി കയ്യിൽ വെച്ചോ, ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോ കേട്ടോ. നല്ല വെള്ളം കിട്ടൂടെ, ചൂടുള്ള വെള്ളം കൂടിയില്ലല്ലോ. അപ്പൊ ദേ ഇവിടെ വണ്ടികളൊക്കെ കല്ല് കയറ്റാൻ വേണ്ടി കിടക്കണുണ്ട്. അങ്ങനെ നിറച്ച് വണ്ടി കിടക്കണ്ട്. രാജേഷിന്റെ വണ്ടിയാണെങ്കിൽ ഓക്കെ, രാജേഷിന്റെ വണ്ടിയാണെങ്കിൽ കല്ല് കയറ്റാനായിട്ട് വേറെ ഒരു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ കല്ല് കയറ്റി കൊണ്ടുപോയി. അപ്പൊ 2:30 കഴിഞ്ഞു സമയം, 2:30 കഴിഞ്ഞു, 2:45. ഇനി സ്കൂൾ ടൈമിന് മുന്നേ ഇവിടെ അടുത്തേക്ക് ലോക്കലാണ്, അപ്പൊ തട്ടി വരാമെന്നാ പറഞ്ഞു. അപ്പൊ അത് കാരണം അവൻ കയറ്റാൻ വേണ്ടി പോകുന്നു. ഞാൻ മറ്റേ വീട് പണിയുന്ന സ്ഥലത്തേക്ക് പണിക്കാരുടെ അടുത്തേക്ക് പോകുന്നു. എപ്പോഴും മടകളിലേക്കൊക്കെയുള്ള വഴികൾ ഇങ്ങനത്തെ ഓഫ് റോഡ് വഴികളാവട്ടെ. നമ്മളെല്ലാ ഓഫ് റോഡ് വഴികളെ നമ്മുടെ കാറ് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനെ എല്ലാ വഴിക്കും കയറ്റി കൊടുക്കുമ്പോൾ എവിടെയാണോ നമ്മുടെ വണ്ടികൾ പണിയെടുക്കണേ അവിടേക്ക് നമ്മൾ പോയി. JCB ഒക്കെ ആദ്യമുള്ള സമയത്തായാലും നമ്മൾ ഏത് വണ്ടിയാണ് കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ ഏറ്റവും അങ്ങറ്റം വരെ എത്താൻ നോക്കും പരമാവധി. പിന്നെ നിന്ന് തിരിയണ സ്ഥലങ്ങളോ കല്ല് കാരണം പോകാൻ പറ്റാത്ത സ്ഥലങ്ങളാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഒതുക്കുള്ളൂ. അതും നിന്നതിന് ശേഷം ഒതുക്കുള്ളൂ, അല്ലാണ്ട് മുൻകൂട്ടി ഒതുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഏത് കല്ലും മലയിലും കയറി ഏത് വണ്ടിയായാലും നമ്മളെ കയറ്റി കൊണ്ട് പോകാറുണ്ട്. കയറിയിട്ടൊന്നല്ല, നമ്മളങ്ങോട്ട് കയറ്റി കൊണ്ട് പോകുക തന്നെ. അപ്പോൾ ഇവിടെ മടയിൽ ഇനിയിപ്പോൾ കുറച്ച് കല്ല സാധാരണ കിട്ടുള്ളേ, വലിയ കാര്യമായിട്ടൊന്നും പണി നടക്കുന്ന സ്ഥലമല്ല. അപ്പോൾ 1-2 കല്ല് കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ രാജേഷ് അത് കയറ്റി രാവിലെ ഒരെണ്ണം കൊണ്ടുവന്ന് വെച്ചു. അത് കാരണമാണ് നേരം വൈകിയത്. അല്ലെങ്കിൽ അവൻ നേരത്തെ വരേണ്ടതാണ്, ആ കല്ല് വെച്ചതുകൊണ്ടാണ് പ്രശ്നം പറ്റിയത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ടല്ല, ഇനിയിപ്പോൾ അടുത്ത ലോഡ് കല്ല് കയറ്റി വന്നിട്ട് നാളെ ചിലപ്പോൾ നേരം വൈകും. അപ്പോൾ നമുക്ക് തന്നെ കൊണ്ടുവന്ന് ടെസ്റ്റ് കൊടുത്ത് വരാൻ പറ്റേ. അപ്പോൾ അവനെയാണെങ്കിൽ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണം, നമുക്കാണെങ്കിൽ കാര്യം നടക്കുകയും ചെയ്യും. അപ്പോൾ നേരെ വീട് പണിയുന്ന സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ വീട് പണിയുന്ന സ്ഥലത്ത് എത്തിയിട്ടോ. അതേ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് തേപ്പിൻ്റെ ചേട്ടന്മാരൊക്കെ പോയി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം പരിപാടികളും കാര്യങ്ങളൊക്കെ ഫുൾ ഓക്കെ ആയിട്ട് തീർന്നു കേട്ടോ. കണ്ടില്ലേ? പിന്നെ നമുക്ക് ഇനി സ്റ്റെപ്പിലും പിന്നെ അത് ബാക്ക് ഫ്രണ്ടിലും വരുന്ന ചെറിയൊരു ഇത് മാത്രമുള്ളൂ. അത് നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞതിന് സ്റ്റെപ്പ് കിട്ടിയതിന് ശേഷവും അതുപോലെ മുറ്റം കറക്റ്റ് ആക്കിയതിന് ശേഷവും തേച്ചെടുക്കാമെന്ന് വെച്ചാൽ വേണമെങ്കിൽ ടോപ്പ് തേക്കാം. എന്നാലും എന്തായാലും ഫുൾ തേപ്പ് പരിപാടി കഴിഞ്ഞിട്ടില്ല, ഇനിയും അല്ലറ ചില്ലറൊക്കെ വരും. അപ്പോൾ ആ വരുന്ന സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റെപ്പിൻ്റെയും തൊട്ടപ്പുറത്ത് നമ്മൾ കിട്ടിയിട്ടുള്ളതും ഒക്കെ പെൻഡിങ് ആക്കി നിർത്തിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഇവരുടെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ താൽക്കാലികമായിട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് വാഷ് ചെയ്യലും അതുപോലെ തന്നെ വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടൈൽസിൻ്റെ പണിയാണ്. നമ്മുടെ ടൈൽസ് ഒട്ടിക്കൽ, അതുപോലെ തന്നെ വൈറ്റ് വാഷ് ചെയ്യൽ, ജനല ഫിറ്റ് ചെയ്യൽ, മുകളിലത്തെ എലിവേഷന് വേണ്ടിയുള്ള വർക്ക്, അതുപോലെ തന്നെ നമ്മുടെ പ്ലംബിങ്, വയറിങ് എല്ലാ സാധനങ്ങളും ബാക്കിയുണ്ട് കേട്ടോ ഗായ്സ്. പിന്നെ തേപ്പ് പണി ഇപ്പോൾ നടത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എലിവേഷൻ ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട് കട്ടകെട്ടലുകൾ, അതുപോലെ തന്നെ ഇവിടെയുള്ള തേപ്പ്, അതുപോലെ തന്നെ നമ്മൾ ഇവിടേക്ക് ഇറങ്ങാനൊരു ചെറിയ
സ്റ്റെപ്പ് കെട്ടി, പിന്നെ ഈ സൈഡ് തേച്ചു, പിന്നെ അതുപോലെ ദേ അവിടെ നമ്മളൊരു ഇത് കെട്ടിയിട്ട് ഇങ്ങനെ തേച്ചു. പിന്നെ ദേ ഇതൊക്കെ എലിവേഷൻ്റെ ഭംഗിക്ക് വേണ്ടി ചെയ്യണ സംഭവമാണ് കേട്ടോ. ഇനി ഇവിടെയൊക്കെ വർക്കുകൾ വരാനുണ്ട്. അതൊക്കെ ഫുള്ള് എന്താ പറയുക, ഓരോന്ന് പറഞ്ഞ് വരുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പല പ്രാവശ്യം പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളുടെ ഈ വീട് കൊടുക്കാനുള്ളതാണ്. 25 ലക്ഷം രൂപയ്ക്ക് 5.5 സെൻറ്റ് സ്ഥലവും വീടും കൂടിയിട്ട് വിൽക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. തൃശ്ശൂരിൽ 10 കിലോമീറ്റർ അകലെയാണ് ഇത്. താണിക്കോട റൂട്ടിലാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടുള്ളൂ. ഇനിയും നമ്മളുടെ വർക്കുകൾ ഞാൻ പറഞ്ഞില്ലേ, ബാലൻസ് ഉള്ള വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ കട്ട കെട്ടിയിട്ടൊരു 4 വരി കട്ട കെട്ടിയിട്ടൊരു ചെറിയ എറയാകം പോലെ ആക്കിയെടുക്കണം. ബാക്കി മണ്ണ് ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ ബാക്കിയുള്ള കിച്ചൻ്റെ അടിയിലത്തെ കോൺക്രീറ്റിംഗ് ഉണ്ട്. അതുപോലെ നമ്മുടെ എന്താ പറയുക, ഇതുണ്ടല്ലോ ബാത്റൂമിൻ്റെ ഉള്ളിലത്തെ കോൺക്രീറ്റും കാര്യങ്ങളും അടിയിൽ ചെയ്യാനുള്ളത് ഉണ്ട്. അപ്പോൾ ആ 2 സ്ഥലം കോൺക്രീറ്റ് ചെയ്യാനുള്ളതാണ്, അടിയിലുള്ളതുള്ളൂ. പിന്നെ തേപ്പിൻ്റെ പണികളൊക്കെ മൊത്തം കഴിഞ്ഞ് ഇനി നമുക്ക് ടൈൽസ് ഇട്ട് കഴിഞ്ഞിട്ട് തീരാവുന്ന പണികൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളൂ. നമ്മളുടെ ഇവിടെയായിരുന്നു ബാലൻസ് ഉള്ളിൽ തേക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തേച്ച് ഫിനിഷ് ചെയ്ത് എല്ലാം കഴിഞ്ഞു. ഇനി വയറ് വലിക്കാനുള്ള ആൾക്കാരോട് വരാൻ പറയണം. അതുപോലെ പെയിൻ്റ് അടിക്കാനുള്ള ആൾക്കാരോട് വരാൻ പറയണം. ഇതെന്താ ഇത്ര നീണ്ടു പോയെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി വാങ്ങിയില്ലേ, നമ്മൾ വണ്ടി മേടിച്ചപ്പോൾ വണ്ടിയുടെ പിന്നാലെ ഫുൾ ടൈം 1.5 മാസം നമ്മൾ ഫുള്ള് വണ്ടിക്ക് പിന്നാലെ ആയി. കാരണം നമ്മുടെ ഇവിടുത്തെ പണി ശരിക്കും സ്ലോ ആയിപ്പോയി. അല്ലെങ്കിൽ നമ്മളൊപ്പം നിന്നിട്ട് ഈ പണിക്കാർ ഇപ്പോൾ ഒരു ദിവസം വന്നില്ല, പിറ്റേ ദിവസം വന്നില്ലെങ്കിൽ നമ്മൾ വേറെ ആൾക്കാരെ അറേഞ്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നെ. ഇത് നമുക്ക് അതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അന്നോ നേരം വയ്യാലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് വന്നതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കുറേ നേരമായിട്ടൊരു വണ്ടി ഇവിടെ തിരിക്കാൻ വേണ്ടി നോക്കാൻ പറ്റുന്നില്ല. എന്താണോ ഇവിടെ ഒന്നാമത് സ്ഥലമില്ല. അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് അയ്യോ ഇത് റിവേഴ്സ് ഇറങ്ങി വന്നാൽ മതിയായിരുന്നു. പോവോ എന്ത് പറ്റി? പണിയുണ്ട്, ഒറ്റയടിക്കൊന്നും കിട്ടില്ല. കുറച്ചധികം ഒടിച്ചും തിരിച്ചും എടുത്തു കഴിഞ്ഞാൽ കിട്ടും. അവിടെ തീരെ സ്ഥലം കുറവാണ്. അത് റിവേഴ്സ് സാധാരണ ഇപ്പോൾ ആ വീട്ടിലേക്ക് ഇത്ര വലിയ വണ്ടി വരികയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമല്ല ഫ്രണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ അവിടെ തിരിക്കാം. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവേഴ്സ് ഇറങ്ങി പോവാം. ഇവിടെ ഇട്ട് ഈ ഒരു ഇതിലിട്ടിട്ട് തിരിച്ചിട്ട് പോകാൻ നോക്കുന്നതുകൊണ്ടാണ് പറ്റാത്തത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. നമ്മുടെ എലിവേഷൻ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെയാണ് ഇരിക്കുക. അതുപോലെ തന്നെ നമ്മൾ 25 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കാനും പോകുന്നത്. ഇതാണ് വീടിൻ്റെ മൊത്തത്തിലുള്ള പുറത്തുനിന്നുള്ള ലുക്ക് കിട്ടുക. മതിലും കാര്യങ്ങളൊക്കെ കെട്ടി നമ്മൾ ഫുൾ വർക്ക് കഴിച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്ന റേറ്റാണ് കേട്ടോ പറയണത്. എല്ലാ പണിയും കഴിച്ചിട്ട് ഇങ്ങനെ ആക്കി എലിവേഷനിലെ ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇനിയിപ്പോൾ ഇവിടെ നനയ്ക്കണമെന്ന് വിചാരിച്ചാൽ നനയ്ക്കണ പണികളൊന്നും നടക്കില്ല. കാരണം ഇവരിപ്പോൾ വാട്ടർ കട്ടിങ് അവിടെ ഇവിടെയൊക്കെയായിട്ട് വെച്ചേക്കണം രാവിലെ മുതൽ ബാലൻസ് ഉള്ളത്. അതുപോലെ തന്നെ തറയുടെ തേപ്പും അവിടെ ഇവിടെയൊക്കെ തേച്ചിട്ടുണ്ട്. ഒരു സൈഡ് തേച്ചിട്ട് തീർത്തിട്ടുണ്ടെങ്കിലും ബാലൻസ് വെക്കാനുള്ളതും അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നനയ്ക്കുമ്പോൾ അതൊക്കെ കൂടി ചിലപ്പോൾ പൊട്ടി വീഴും. അപ്പോൾ ഇന്ന് കഴിഞ്ഞ് നാളെ മുതൽ അങ്ങോട്ട് ഫുള്ള് നനയ്ക്കാം. ഇപ്പോൾ അവർ നനച്ച് കൊണ്ട് മറ്റേ കൈ കൊണ്ട് ബക്കറ്റിൽ ആക്കിയിട്ട് മോട്ടർ അടിച്ച് നനയ്ക്കൽ ഭയങ്കര കുറവാണ്. വേറെ ഒന്നും കൊണ്ടല്ല, മോട്ടർ അടിച്ച് നനച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും സ്ഥലത്തേക്ക് തെറിച്ച് കഴിഞ്ഞാൽ അവിടെ മൊത്തം ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കുത്ത് പോലെയാവും. പിന്നെ പിറ്റേ ദിവസം വന്ന് വീണ്ടും അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ 2-3 ആൾക്കാരായിട്ട് വന്ന് നോക്കണു വീട്. ചിലപ്പോൾ കച്ചവടമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആരും എന്താ പറയുക ഓക്കെ എന്നുള്ളൊരു രീതിയിൽ ആയിട്ടുണ്ടെങ്കിൽ കൂടിയും എന്താ പറയുക ഫുൾ ഇതായിട്ടില്ല. അപ്പോൾ എന്തായാലും ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. കച്ചവടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ കൂടെ തന്നെ അടുത്ത വീഡിയോ കൂടെ ആയാലും പറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. 2-3 ആൾക്കാർ ഇപ്പോൾ പറഞ്ഞ നിലവിൽ ഒരു കച്ചവടമായ പോലത്തെ ഇതിൽ തന്നെ നിൽക്കണം. അപ്പോൾ ഈ പൈസയുടെ കാര്യത്തിലും അങ്ങനെയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആയാൽ ചിലപ്പോൾ അങ്ങനെ കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അളിയനും ഭാര്യ വീട്ടുകാരൊക്കെ വന്നതിന് ശേഷം അവരുടെ ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ അല്ലെങ്കിൽ കറങ്ങാൻ പോകാനോ വീട്ടിലിരിക്കാനോ സമയം കിട്ടിയിട്ടില്ല. വണ്ടിയുടെ കേസുകൾ കാരണം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കായിരുന്നു. അപ്പോൾ ഇനിയെങ്കിലും കുറച്ച് നേരം വീട്ടിൽ ചെന്ന് വീട്ടുകാരൊപ്പം ഇരുന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. എന്നിട്ട് നാളെ രാവിലെ വീണ്ടും എന്താ പറയുക നമ്മുടെ വണ്ടി ടെസ്റ്റ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകണം. ഈ നാളെ കൊടുത്തിട്ട് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി അവർ വല്ല പരാതികൾ പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് എന്താ പറയുക മാറ്റേണ്ട വരുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അത് ചെയ്യണം ഇത് ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്ത് കൂടിപ്പോയി അല്ലെങ്കിൽ ലേറ്റ് അയക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പണിയായി. അപ്പോൾ നാളെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. കാരണം നമുക്ക് അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എല്ലാ പേപ്പേഴ്സും കറക്റ്റാണ്. സ്പീഡ് ഗവർണർ നമുക്ക് വേണ്ട പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്പീഡ് ഗവർണറിൻ്റെ പേപ്പർ വേണം, GPS-ൻ്റെ പേപ്പർ വേണം. അതുപോലെ തന്നെ വേണ്ടത് മറ്റേ ടാക്സ്, ഇൻഷുറൻസ്, പിന്നെ പഴയ ടെസ്റ്റ് നടത്തിയ പേപ്പർ. അതില്ലെങ്കിലും കുഴപ്പമില്ല. ടെസ്റ്റിന് ഫീസ് അടച്ച പേപ്പർ, കളർ മാറ്റാനുള്ള ഫീസ് അടച്ച പേപ്പർ, പൊല്യൂഷൻ, പിന്നെ പെർമിറ്റിൻ്റെ കോപ്പി, അങ്ങനെ പിന്നെന്താ
അങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, മറന്നുപോയി. അപ്പോൾ എല്ലാ പേപ്പറും ഉണ്ട് എന്തായാലും. അപ്പോൾ അങ്ങനെ പേടിയില്ല, ഒന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നാളെ കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്തായാലും കൊണ്ടുപോയി നോക്കാം. നാളെ രാജേഷും ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറച്ച് കയറ്റിയിടാനും, കാരണം വെച്ചാൽ ഇതൊരു ക്യൂവിൽ വലുതായിട്ട് ഇടുക. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല കേട്ടോ. ആരെങ്കിലും ഈ ഡ്രൈവിംഗ് സ്കൂളുകാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ അവർ തന്നെ പറയും ഇവിടെ വീഡിയോ പിടിക്കാൻ പാടില്ല. സംഭവം വീഡിയോ പിടിക്കാൻ കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ എന്നാൽ അങ്ങനെ വീഡിയോ പിടിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് വേണ്ട എന്ന് പറയുന്ന സാധനത്തിൽ പിടിക്കാൻ കൂടുതൽ ടെൻഡൻസി കാണിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. നമ്മളവിടെ കാണുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകും, അത്ര തന്നെ. അതാണ് വിശേഷം. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ. അളിയൻ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര വീഡിയോ പിടുത്താണ് കേട്ടോ. അളിയ പെങ്ങളുടെ വീട്ടിൽ സന്തോഷമല്ലേ? ഇതെന്നെ പണി പെങ്ങളുടെ വീട്ടില്. എന്ത് വീഡിയോ പിടുത്തോ? വീഡിയോ പിടിക്കൽ മാത്രമേ ഉള്ളൂ? നാത്തു ഹാപ്പി അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ ചോദിക്കണം എന്തുട്ടാ. ഓ, ഇവിടെ വന്നിട്ട് ഒന്നും കിട്ടാണ്ടായി സ്വന്തമായി ഫുഡ് ഉണ്ടാക്കി കഴിക്കേണ്ട ഗതികേടായില്ലേ? നിതയുടെ തലയുടെ മുകളിൽ ഒരു ചെമ്പരത്തി പൂക്കടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായി. അയ്യോ, എന്റെ പെണ്ണിന്റെ ഒപ്പത്താനായിട്ട് നിന്റെ പെണ്ണ് മത്സരിക്കുന്നു. ഇത് നിങ്ങൾ മമ്മീനെ കാണിച്ചില്ല? അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങള് വെട്ടിക്കാനായിട്ട് മമ്മി ഇറങ്ങിയില്ല? മമ്മിയുടെയാണ് ഇത് കറക്റ്റ് പാകം. ഇവരുടെ വീട്ടിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയുണ്ട ഉണ്ട്, പിന്നെ എള്ളുണ്ട ഉണ്ട്, പിന്നെ എന്തിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇത് ബോണ്ട. ഓമന വലിമിച്ചിട്ട് നെല്ലിക്ക. അത്രയ്ക്കാണ് ഇവരുടെ മുടിയുള്ളൂ ഏറ്റവും കൂടിയ. എന്ത് ഭയങ്കര മുടിയാ അല്ലേ? തന്നെ അപ്പൊ ഒപ്പം എടുത്ത് തുടങ്ങ. അപ്പൊ എപ്പോഴാ നമ്മുടെ ഫുഡ് റെഡിയാക്കുക നിങ്ങള്? ഗൈസ്, നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ എപ്പോഴും നമ്മൾ അവരോട് ചോദിക്കണം ഫുഡ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയുമോ, എങ്ങനെ വെറൈറ്റി ഉള്ള സാധനങ്ങളെന്ന്. അപ്പോൾ അവരോട് ഞാനത് ഉണ്ടാക്കാറുണ്ട്, അന്ന് നമുക്കൊന്ന് പരീക്ഷിച്ചാലോ എന്ന് പറയണം. അപ്പോൾ എന്തുണ്ടാവും? അപ്പോൾ അവരുണ്ടാക്കിക്കോളും, നമ്മൾ വെറുതെ കാഴ്ചക്കാരായി നിന്നാൽ മതി. അതാണ് നിതയുടെ സ്ഥിരം പരിപാടി അല്ലേ നിത? എന്ത്? അത് നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നാണോ? അതെനിക്കറിയില്ലായിരുന്നു. അവിടെ നിന്ന് കൊണ്ടുവന്നല്ലേ? അപ്പൊ ദുബായ് മസാല ഇട്ടിട്ടന്ന്. അതാണ് നിതയ്ക്ക് അറിയാത്തതല്ലേ? ഇതെവിടെ പൊരിച്ചേനെ അല്ലേ നിതേ? അതെ. അലമ്പായി. ഇനിയപ്പേ ഞങ്ങള് പാനിപ്പൂരി ചക്കട്ടെ. പാനിപ്പൂരി പിന്നെ 2-3 മുത്ത് നല്ല പഠിപ്പാ. മുക്കിന് പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇവിടെ തങ്ങളുണ്ടെങ്കിലും അവരിതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല, പഠിപ്പിലാണ്. പിന്നെ മമ്മി പുറത്തേക്ക് പോയിക്കാണ്, ഒന്ന് കാറ്റ് കൊള്ളാനായിട്ട് ഇറങ്ങിയില്ല. അപ്പൊ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് എന്തിട്ടാക്കാൻ? പാനിപ്പൂരി ഉണ്ടാക്കാൻ ഗൈസ്. പാനിപ്പൂരി ഉണ്ടാക്കാൻ ഗൈസ് എന്നല്ല. അപ്പൊ ഇപ്പൊ നമുക്ക് ഉണ്ടാക്കാം. ഇവന് എന്റെ ഒപ്പം പോരാൻ വേണ്ടി ഭയങ്കര കരച്ചിലായിരുന്നു. എന്തിന്? ടെസ്റ്റിന് പോരുന്നു. ഇവന് ടെസ്റ്റിന് പോരുന്നു. നെല്ലിക്ക. ഇവിടെ മുടികളുടെ പരസ്യമായിരുന്നു. തോമാച്ച വാ, നമുക്ക് പോവാം, ടെസ്റ്റ് കൊടുക്കാൻ പോവാം. ബായോ അലമ്പ തോമാച്ചന് അലമ്പ. അത് തന്നെ കറങ്ങാൻ കൊണ്ടുപോയി. നമുക്ക് പാനിപ്പൂരി ഉണ്ടാക്കി കൊടുക്കാം തോമാച്ചന്, അപ്പൊ കുഴപ്പമില്ല. ഇവിടെ ഒരാളെ നോക്കിട്ട് കാണിക്കണു. വാ പാനിപ്പൂരി ഉണ്ടാക്കാന്ന്. തോമച്ച ചേട്ടന്റെ കാർഡ് കാണിച്ചേ നോക്കട്ടെ. സ്കൂളിന്റെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചേ. തോമേ കാണിക്കരുത് തോമേ. ആദ്യം വീട്ടിൽ നമ്മൾ എന്തൊരു സാധനം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ പൂരി ഒന്നും ഇപ്പൊ ഉണ്ടാക്കണല്ലേ? ഷവർമ്മ. ഇവിടുത്തെ ഷവർമ്മ കഴിച്ച് അളിയൻ അങ്ങോട്ട് ഹരം പറ്റി അല്ലേ? സൂപ്പർ സാധനം അല്ലേ? അതെ. ബിരിയാണി അതെ, അത് ഞങ്ങൾ എപ്പോഴും പറയുമല്ലോ. നമ്മളെപ്പോഴും പറയണതാണ് നമ്മുടെ വീടിന്റെ അവിടെയുള്ള ഗോൾഡൻ കിച്ചണേക്ക്. സൂപ്പർ ബിരിയാണി, സൂപ്പർ ഷവർമ്മയാണ്. ഈ 2 കേസിന്
അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ എപ്പോഴും വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡൻ കിച്ചൺ എയ്റ്റ് PUR സെൻറ്റർ അമ്പലം കഴിഞ്ഞിട്ട് അവിടെ അസറ്റിൻ്റെ ഇപ്പുറത്തായിട്ട് കേട്ടോ സൈഡിലായിട്ട് അവിടെയാണ് ഞങ്ങൾ കഴിക്കാറ്. അപ്പോൾ വീട്ടിലേക്കുള്ളതാണെങ്കിലും ഇവിടെ തന്നെ മേടിച്ച് പോകും. അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്തായിരുന്നു എല്ലാവർക്കും ഷവർമ പിന്നെ ബിരിയാണി അല്ലേ? കല്യാണ ബിരിയാണി. ഇനി മറ്റേ എന്താ പറയുക ഇത് ഉണ്ടാക്കണ്ടോ എന്നുള്ളത് അറിയില്ല. കൊച്ചു കരിഞ്ഞ നേരം വേണ്ടാന്ന് വെച്ചു. മോൻസി ആയിരുന്നു അത് ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ആണോ? അപ്പൊ വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കാന്ന വയറുണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി, ഇല്ലെങ്കിൽ നാളേക്ക് മാറ്റാം. അതാവും നല്ലത്. ചേട്ടന്റെ സംഭവം പുരി കണ്ടില്ലേ? നല്ല പൊളിച്ചു. കണ്ടില്ലേ ഇങ്ങനെ നിറയ്ക്കും ഇതുമേ, അതിനധികം വയ്ക്കും വേണ്ട. ഇനി കുബൂസ് ഒരെണ്ണം ചൂടാക്കും, അതിലും മയോണൈസ് വയ്ക്കും, എന്നിട്ട് അങ്ങനെ വയ്ക്കും. നിറയ്ക്കണ വേണ്ട. അങ്ങനെ നമ്മുടെ ഈ 5 എണ്ണം ഫില്ലാക്കും. എങ്ങനെ ഫില്ലാക്കും? ഇങ്ങനെ ചൂട്ടത്ത് കാണിച്ച്. നിങ്ങളുടെ ദുബായിൽ ഇങ്ങനെയാണോ ഉണ്ടാക്കണേ? പ്ലേറ്റ് ഇല്ല, റോള് മാത്രമേ ഉള്ളൂ അല്ലേ? ഇതാണ് പ്ലേറ്റ് ഷവർമ. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം മടക്കി മുകളിൽ വരും, ഇത് വയ്ക്കും, എന്നിട്ട് അടയ്ക്കും. നിങ്ങളുടെ അവിടെ കിട്ടുന്നത് പ്ലേറ്റ് ഷവർമ, ഇവിടെ കിട്ടുന്നത് പ്ലേറ്റ് ഷവർമ. ഇഷ്ടപ്പെട്ടില്ലേ? കഴിഞ്ഞു കേട്ടോ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ്. ഇനി നമുക്ക് ബിരിയാണിയും കിട്ടണം, പിന്നെ എന്നിട്ട് പൊറോട്ടയും സാധനങ്ങളൊക്കെ കിട്ടണം. അത് മേടിക്കട്ടെ കേട്ടോ. എന്തിട്ടാ ഇവിടെ ചിരിച്ച് കളിച്ച് നിൽക്കണത്? എന്ന് മുതൽ തുടങ്ങിയത് ദിപ്പി ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഉണ്ടാക്കുക. സാധനം സെറ്റ് ചെയ്യേ. വെളിച്ചെണ്ണ ആയിട്ടില്ല. നീത മോൻസിനെ പഠിപ്പിക്കാണ് കേട്ടോ. അങ്ങനെ പറയാൻ പാടുള്ളൂ. നീതേ അങ്ങനെ പറയാൻ പാടുള്ളൂ. കളഞ്ഞു. പാനിപൂരിയുടെ ഈ സാധനം മേടിക്കാൻ കിട്ടുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ഇവിടെ കിട്ടില്ലേ? നീത ഇതേപോലെ പറഞ്ഞിട്ടില്ല പപ്പടത്തിനും അവർ ഇതാണല്ലോ നമുക്ക് നല്ലത്. ശരിക്കും പറഞ്ഞ വീട്ടിൽ തന്നെ പാനിപൂരി ഉണ്ടാക്കാം ഗൈസ്. ഇട് അതൊക്കെ ഇട് എല്ലാം ഇട്. അവിടെ അതൊന്ന് സ്റ്റാർട്ട് ഓൺ അതന്നെ കൂട്ടിയിരുന്നോ? ഒരെണ്ണം കൂടി ഇട്ടോ. മതി. അയ്യോ അപ്പൊ ഭയങ്കര ശബ്ദമായി. അപ്പൊ ഒരെണ്ണം കുറച്ചിട്. ഓഫ് ഒരെണ്ണം ഞെക്ക്. ഓഫ് അയ്യോ അപ്പുറത്ത് ഓഫ്. ഒരെണ്ണം കൂടി മതി. ഇതിന്റെ എല്ലാ സെറ്റപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടാ. എവിടെ ചേട്ടായിക്കുള്ള കുറച്ച് ക്രെഡിറ്റ് കൊടുക്കാൻ പറയാണ് മോൻസി. ഇത് മറ്റേ വെള്ളം, പുളിവെള്ളം പിന്നെയുണ്ട് ഒരു സോസ്. ഇത് അല്ല ഞാൻ ചോദിക്കുന്ന പുളിവെള്ളം എന്തുകൊണ്ട് ഉണ്ടാക്കി അതൊക്കെ പറയേ. പുളിവെള്ളം എന്തുകൊണ്ട് ഉണ്ടാക്കിയേ? അതെടുത്തോ. എന്തിട്ടാ ഒരു മസാലപൂരി നോക്കാൻ പറഞ്ഞോള്. അല്ല ഇതെങ്ങനെയാന്ന് ഉണ്ടാക്കിയത് അത് പറയേ. ഈ വെള്ളം നിതിൻ ഈ വെള്ളം എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയടാ. ഈ വെള്ളം പുതിനല, മല്ലിയില, പിന്നെ നമ്മുടെ ചാട്ട് മസാല, ഒരു കുറച്ച് ഇഞ്ചി, പിന്നെ പച്ചമുളക് അത് വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ കരയാൻ പാടില്ല കേട്ടോ, കാരണം അപ്പ എന്നെ ഫൈൻ തരും. അല്ല പറയാണ്. പിന്നെ അപ്പൊ അത് അങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഇത് ഈ സാധനം പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയത് ഉരുളക്കിഴങ്ങ് പൊടിച്ചിട്ട് മല്ലിയില ഇട്ടു, സബോള ഇട്ടു, ഗ്രീൻ പീൻസ് ഇട്ടു, പിന്നെ ചാട്ട് മസാല, മുളക് പൊടി കുറച്ച്. സത്യം പറയും നിനക്ക് പറയാ എന്റെ പൊന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ എനിക്കൊരു ഡൗട്ട് ഇവന് അവിടെ പൂരി കച്ചവടമാണോന്ന്. ആണടി വലിയ ഇതാ പറയണ അനസ്തേഷ്യാണ്, ടെക്നീഷ്യനാണ്, നീ നേഴ്സാണ്, രണ്ടുപേരും വൈകുന്നേരം ആകുമ്പോ തട്ടുകട പരിപാടിയാണോ? ദുബായ് ക്യാൻറ്റീനിലല്ലേ? അപ്പൊ ഇത് ആണോ? അപ്പൊ സംഭവം നമ്മള് വറുത്തെടുത്തു. ഇനി
വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അത് ഓട്ട ഉണ്ടാക്കി ഇതിനകത്തേക്ക് ഇട്ടിട്ട് പുളിവെള്ളം കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ തിന്നല്ലേ, അത്രയല്ലേ ഉള്ളൂ. ആ സോസ് ഉണ്ടല്ലേ. ആ നിത അതെ ഈ പപ്പടാണ് കേട്ടോ നിത വറക്കണത്. കാണിക്കുന്ന ഇതേ ഇതാണ് കേട്ടോ ഇതിന്റെ പപ്പടം. ഇത് മേടിക്കാൻ കിട്ടും. ഇത് ഏതാ പപ്പടം? ദുബായിൽ നിന്ന് കൊണ്ടുവന്നല്ലേ. പിന്നെ ഞാൻ ഇവർക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫുഡ് ഉണ്ടെന്ന്, അത് ഇപ്പൊ തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് അളിയന് കൊടുക്കുന്നതാണ് കേട്ടോ. ആ സോസ് ഇതുണ്ടാക്കിയതാ. ഇതെന്തുകൊണ്ട് ഉണ്ടാക്കിയ സോസ്? അത് ഈന്തപ്പഴം, പുളി, ശർക്കര, മറ്റേ പുളിമിഠായി പൊട്ടിച്ചിട്ട് ഇതിനോട് സാധനം ഇടുന്നു, ഉരുളക്കിഴങ്ങ് സാധനം ഇടുന്നു, പിന്നെ ഇതെടുക്കും പുളിവെള്ളം, പിന്നെ ആയിരമുള്ള പച്ചവെള്ളം. ഇതിപ്പോ ആ കൊച്ചു വായം പൊളിച്ച് നിന്നെ നോക്കിയിരിക്കുക. എനിക്ക് കിട്ടും എനിക്ക് കിട്ടും എന്ന് വെച്ചാൽ നീ അത് തിന്നൂലേ. പിന്നെ അതെ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ പ്രിപ്പറേഷൻ ചെയ്ത സാധനമാണ് കേട്ടോ. അതേ ഇരിക്കുന്നത് ഓവന്റെ ഉള്ളില്. അത് ഇവര് തിന്നില്ല എന്നുള്ളത് അറിയില്ല. ഞാൻ എന്റെ രീതികൂടെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. കണ്ടോ, അതായത് ചെമ്മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും കളയാണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ഞാൻ ചേർത്ത സാധനങ്ങൾ നീ കണ്ടില്ലേ. ഇനി ഒരെണ്ണം തിന്നു നോക്കി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ. അതേപോലെ തന്നെ മോൻസി ഞങ്ങളുടെ ഇത് പറയും എങ്ങനെയുണ്ടെന്ന്. അയ്യോ അങ്ങനെ നീ വേണ്ട. ഇവന്റെ മുഖം ആദ്യം ഞാൻ എക്സ്പ്രഷൻ എടുക്കട്ടെ. നല്ലതല്ലേ, അടിപൊളി. അതാണ് അളിയ ഉണ്ടാക്കിയതേ. കൊച്ചു വീണ്ടും ചൈനീസ് റെസ്റ്റോറന്റിൽ കിട്ടില്ലേ, അവരൊന്നും കളയില്ല. അളിയനെ പൂഴ്ത്തിക്കത്തിരി വേണമെങ്കിൽ അല്ല പൂഴ്ത്തിക്ക. മോൻസി അതിന്റെ ഇടയ്ക്ക് ഒന്ന് വെള്ളം ഇറക്കി നോക്കിയിട്ട് എന്താണ് ധൈര്യമായിട്ട് കഴിച്ചോ. ഒന്നും നോക്കണ്ടത്. ഇത് സ്പെഷ്യലാണ്, ഇത് സ്പെഷ്യലാണ്. അതിന്റെ രണ്ടിന്റെ വ്യത്യാസം കിട്ടും, കളർ വ്യത്യാസം അതുണ്ട്. ഞാനൊന്ന് തിന്ന് നോക്കിയിട്ട് ഇപ്പൊ പറയാം. ഞാനിപ്പോ തിന്ന് നോക്കിയിട്ട് ഇപ്പൊ പറയാം. കഴിക്കുക നോക്കട്ടെ നിന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ എന്താന്ന്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞാൽ മതി. വെറുതെ അളിയനെ തീയിക്കാൻ വേണ്ടി പറയണ്ട. ഉണ്ടോ? ബാങ്കോക്ക് പോയ പുഴുവിനൊക്കെ തിന്നിട്ട് ഇവര്, അതറിയോ നിനക്ക്? ഇല്ലടാ പുഴുവിനെ തിന്നില്ലേ നിങ്ങൾ അവിടെ പോയിട്ട്? മുതലേനെ തിന്നണ്ട. അതൊന്നും ഞാൻ തിന്നിട്ടില്ല. എനിക്ക് തായ്ലാൻഡിൽ പോണം. കൊച്ചു കുറെ നേരം ഇപ്പൊ കൊച്ചിന് കിട്ടും നോക്കി അതിന് കൊടുക്കടാ. അതുകൊണ്ടാണോ? അല്ല ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലേ? ഡാഡിക്കും മമ്മിക്കും കൂടി കൊടുക്കാം. ഇത് വേഗമായി സെറ്റ് ചെയ്യുന്നത്. അതൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് വേണം തിന്നാനായിട്ട്. നമ്മുടെ ഫുഡ് ഫുള്ള് ദേ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടി മേടിച്ചതിന്റെ ചെലവ് വേണമെന്ന് പറഞ്ഞ നിലയ്ക്ക് നമ്മൾ 2 പ്രാവശ്യമാണ് ഗൈസ് വണ്ടി മേടിച്ചതിന്റെ ചെലവ് ചെയ്യുന്നത്. കാരണം ഇവർക്ക് ആഗ്രഹം സഫലമാക്കിയിട്ട് വിടാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ സാധനം മേടിച്ചു. അപ്പൊ പറഞ്ഞു അടിപൊളിയായിട്ട് പറഞ്ഞു. ഇന്ന് ഞങ്ങൾ അത് തന്നെ മേടിച്ചു. കാരണം സംഭവം കലക്കരായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ മേടിക്കാനുള്ള സ്ഥലം. അപ്പൊ അവിടെ പോയി ആ സാധനം മേടിച്ച് ഇവർക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു അയ്യോ ഞങ്ങളുടെ അവിടെ പോയി ഇങ്ങനത്തെ കഴിച്ചിട്ടില്ല. പിന്നെ ആയിക്കോട്ടെ നമ്മൾ വീണ്ടും അതേ സെയിം സാധനം റിപ്പീറ്റ് അടിച്ചേക്കാണ് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഇത് ഓരോന്ന് കഴിക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അതേപോലെ ഇപ്പൊ ബാക്കിയുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്യട്ടെ. എന്നിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. ഞങ്ങൾ ഫുഡിന്റെ കണ്ടോ പേടിച്ചോണ്ട് നമുക്ക് അവിടെ ഇരിക്കുക. ഇന്ന് ഓടി നോക്കണേ പഠിച്ചു കഴിഞ്ഞോ? സർക്കസോ? വേഗം വിട്ടോ. എല്ലാവരും വർത്താനം പറഞ്ഞു നിൽക്കുമ്പോളേ അവര് പാനിപ്പൂരി കൊടുത്തൂടെ. അതും കൊണ്ട് വന്നിട്ടുള്ള അതിന് വേണ്ടി വന്നിട്ടുള്ളതാ. മുത്ത് തുടങ്ങി അല്ലേ? പാനിപ്പൂരി പൊട്ടിച്ചു. മുത്താണ് തുടങ്ങി വെച്ചത്. ഉള്ളില് മസാല നിറച്ചു. വെള്ളം ഒഴിക്കേ, സോസ് ഒഴിക്കേ. അവൻ ചെമ്മീൻ വെച്ച തിന്നില്ല. സംഭവം അടിപൊളി കേട്ടോ. നമ്മുടെ ചെമ്മീൻ പൊരിച്ചു. ടീസ്പൂൺ എടുക്ക എന്നിട്ട് വയ്ക്കുക. കലക്കിയോ? നമ്മള് കുറച്ച് വേറൊരു സാധനം കൂടി ഒഴിക്കണം. അതാണ് മെയിൻ. ഇതിന് ഫസ്റ്റ് മറ്റേത് ഒഴിക്കണമെങ്കിൽ അത് ലീക്ക് പോലെ സോസ ഇത് കട്ടിക്കൂടി ലൂസ് വേണമായിരുന്നു. അടിപൊളിയാ? സൂപ്പറാ? അത്ര സൂപ്പറായ പോലെ ഇല്ലല്ലോ.
ആ ദുബായിന്ന് പോണെന്നല്ല, അതുകൊണ്ടാവും. അളിയൻ ദുബായിക്കാരനായ കാരണം ഞങ്ങളുടെ എന്താ പറയാ ഭാഗ്യം. അളിയൻ ഇവിടുത്തെ ആളായിരുന്നെങ്കിലേ ഞങ്ങള് ദുബായിക്ക് വിട്ടേനെ. ഉറക്കം വന്നിട്ടാ അതിനെ കൊണ്ട് കിടത്ത്. വേറെ എടുത്തുണ്ടായിരുന്നല്ലോ ഇവിടെ. ഉറക്കം വന്നപ്പോ ഞങ്ങള് സ്റ്റെപ്പ് മാറ്റും, ഇങ്ങനെ ഇട്ട് ഇടത്തെ കൈ നിവർത്തി വലം കൈ കൊണ്ട് കയറ്റി പിടിച്ച് അപ്പൊ ചിരിക്കും. വേറെ എടുത്തുണ്ട് കേട്ടോ തോമാച്ചൻ. തോമാച്ചൻ ഇവിടെ എന്തിട്ട് ചെയ്യണെന്ന് നോട്ടെ. ആ തോമാച്ചൻ ടിവിയിലാ ഫുൾ ടൈം. ടിവിയില് കാർട്ടൂണും കണ്ടിരിക്കുക. തോമാച്ച ഹായ് പറയടാ, ഹായ് പറയടാ, പറയടാ തോമാച്ച ഹായ്. പറയുന്നില്ല കേട്ടാ, ഡാഡി ഫോണിലാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ വർക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞേട്ടാ. അമ്മാമ്മ മാത്രം ഇവിടെ കിടക്കാം. ആ എന്താ ക്വാറന്റൈനിലാ? എന്താ പറ്റിയേ? അതെ, അയ്യോ ഫുഡ് കഴിച്ചിട്ട് പറ്റിയതാവും. അടച്ചിടേ ഡാ. നീ എവിടേക്കടാ പോണേ? ഡാ തോമ ഇങ്ങോട്ട് പാടാ. ഡാ മുത്താ കൊച്ചിനെ കയ്യേ. തോമച്ച പോരേടാ, ഇങ്ങോട്ട് പോരെ. അടച്ചു, അവര് ഡോർ അടച്ചു. രക്ഷയില്ല. ബാ 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 ബാ. എന്തൂരൻ ഇത് ഉണ്ടാക്കി വെച്ചേക്കണേ. ഇനിയും ബാക്കിയാ. എന്റെ പൊന്നെ, ഇത് മുഴുവൻ തിന്നു പറഞ്ഞിട്ടാണത്. ഇത് മതി കേട്ടോ, ആവശ്യത്തിന്. മത്സരമാണ് ഇവിടെ, പാനിപൂരി ഈറ്റിംഗ് ചലഞ്ച്. ആ അപ്പൊ നമുക്ക് കലക്കാം. ഞാനും വല്ലതും കഴിച്ചോട്ടെ. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി. മുത്തു പറഞ്ഞിട്ടില്ലേ? മുത്ത് 2-3 എണ്ണായി അല്ലേ? നീ പഠിക്കേണ്ട ഗ്യാപ്പിലൊക്കെ നീ കലക്കിക്കൊണ്ടിരിക്കുക. സോസ് എടുക്കുക. എന്റെ ചെമ്മീൻ ആർക്കും വേണ്ട ദൈവമേ, ഞാൻ തന്നെ തിന്ന് തീർക്കേണ്ട വരും. അയ്യോ പാനിപ്പൂരി കളഞ്ഞാ. എന്തുട്ടാ കളഞ്ഞേ? എന്തുട്ടാ? ആ ഇടിച്ച് നിലത്ത് പോയി. തുടച്ചെടുക്കാൻ ഈ കളർ പോയി ഇതാവും. കുഴപ്പമില്ല. അപ്പൊ സാധനം നമുക്ക് സെറ്റ് ചെയ്യാം. ഫുഡ് സാധനങ്ങൾ നേരത്തെ. ഈറ്റിംഗ് ചലഞ്ച്. മമ്മി മാസ്ക് വെച്ച് നടക്കണത് കണ്ടു കഴിഞ്ഞാൽ എന്തോ മാരക അസുഖമുണ്ടെന്ന് വിചാരിക്കും. മമ്മി ഇങ്ങോട്ട് വാ, മാരക അസുഖമുണ്ടെന്ന് വിചാരിക്കും. വേമ്പ വേമ്പ വേമ്പ. ഏത് പാനിപ്പൂരിയാ? പാനിപ്പൂരിയാ? ആ പാനിപ്പൂരി കഴിക്കുമോ? മമ്മിക്കാണെങ്കിൽ നേരത്തെ മാസ്ക് വെച്ച കാരണം തിന്നാനും പറ്റിയില്ല. ഇങ്ങനെയുണ്ട്. ഡാഡി അതിന് മറ്റേ ചാറ് വെച്ചില്ലല്ലോ. അല്ല ചോദിച്ചാ? ഭയങ്കര അടിയായിരുന്നു ഇവിടെ. മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേഗം വേഗം ഇന്ന് തീർക്കാൻ പറ്റില്ല, അത്രയുണ്ട്.